യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്നാൽ ഇപ്പോ ആ വീട്ടുകാരുടെ അവസ്ഥ കൂടി നീ ഒന്ന് ആലോചിക്കണം. കൈ കുഞ്ഞിനെയും കൊണ്ട് കുടുംബത്തിനൊരു പെണ്ണിറങ്ങിപ്പോയിട്ട് ഇതുവരേക്കും ഒരു വിവരമില്ല. ന്യായമായി ചിന്തിച്ചാൽ നീ ഇപ്പൊ അവിടെ ചെന്ന് നിന്ന് അവിടെ ഉള്ളവരെ സമാധാനിപ്പിക്കേണ്ടോളല്ലേ മോളെ? അമ്മാവൻ പറയുന്നത് കേട്ടാ സോന കൊച്ചിനെ കൊണ്ട് ഇറങ്ങിപ്പോവാൻ കാരണം അനുവാണെന്ന് തോന്നുമല്ലോ. അവൾ ഇറങ്ങിപ്പോയേന് ഇവളെ ഇറക്കി വിട്ടവരാ വീട്ടുകാര്. അവരെ സമാധാനിപ്പിക്കാൻ പോകേണ്ട കാര്യം അനുവിനില്ല. അത് അവരുടെ സ്ഥാനത്തുനിന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും രഘു. ആ വീട്ടിൽ ജീവിച്ച അനുമോൾക്ക് അത് മനസ്സിലാവും. മനസ്സിലായില്ലെങ്കിൽ അമ്മാവൻ മനസ്സിലാക്കി കൊടുക്കും. ലോകത്തുള്ളവരോട് മുഴുവൻ ക്ഷമിക്കാനല്ലേ അച്ഛനും മക്കൾക്കും അറിയുള്ളൂ. നിങ്ങൾ എന്താന്ന് വെച്ചാ ഞാൻ പോവാ. മോളനു, അച്ഛൻ എത്രയൊക്കെ പറഞ്ഞിട്ട് മോളെന്തൊന്നും മിണ്ടാത്തത്? അച്ഛൻ പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. പറഞ്ഞതിലൊക്കെ കാര്യമുണ്ട്. എന്നാലും ഇന്ന് നമുക്ക് പോണ്ടച്ചാ. എന്തായാലും ഞാനിങ്ങോട്ട് വന്നില്ലേ. 2-3 ദിവസം കൂടി ഞാനിവിടെ നിന്നിട്ട് പോയിക്കോളച്ചാ. നിങ്ങളെ എല്ലാവരെയും വിട്ട് പെട്ടെന്ന് വീണ്ടും അങ്ങോട്ട് പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല അച്ഛാ. നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ആവില്ലേ മോളെ. ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അപ്പൊ തന്നെ പോയി അത് സംസാരിച്ച് തീർക്കണം. അല്ലെങ്കിൽ നമ്മൾ മനസ്സാവാച ചിന്തിക്കാത്ത കാര്യങ്ങൾ കൂടി നമ്മുടെ തലയിൽ വന്ന് വീഴും. മോളുവാ, അച്ഛനല്ലേ പറയുന്നത്. ഇപ്പൊ പോയാൽ ഒരു കുഴപ്പം മോൾക്ക് വരില്ല. ശരി അച്ഛാ. അച്ഛൻ പറഞ്ഞതുപോലെ ഇപ്പൊ തന്നെ ഞാൻ ഇന്ദ്രേട്ടന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളാം. പക്ഷേ അച്ഛൻ എന്റെ കൂടെ വരണ്ട. ഞാൻ തനിച്ചു പോയിക്കോളാം. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്? വേണ്ടച്ചാ. ഒരു പ്രശ്നവും ഇല്ലാത്തപ്പോ തന്നെ എന്റെ മുന്നിൽ വെച്ച് ഇന്ദ്രേട്ടന്റെ അമ്മ അച്ഛനെ എന്തുമാത്രം അപമാനിച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ ഇതുപോലൊരവസ്ഥയിൽ അങ്ങോട്ട് ചെന്ന അച്ഛനെ അവര് മുന്നിൽ നിർത്തി തൊലി ഒരിക്കും. അത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല അച്ഛാ. അതുകൊണ്ട് തനിച്ചു പോകാൻ സമ്മതിക്കണം. മോളെ, അച്ഛനത് മനസ്സിലാവും. അത് വിട്. ആ സ്ത്രീയുടെ സ്വഭാവം എനിക്ക് നിനക്കും അറിയാവുന്നതല്ലേ. അവരെന്ത് തന്നെ പറഞ്ഞാലും എനിക്കതൊരു പുതുമയല്ല. കേട്ട് കേട്ട് മടുത്തുപോയൊരു പാട്ടുപോലെ അച്ഛനത് കേട്ടോളാം. അത് അച്ഛന് ശീലമായി കാണും. സ്വന്തം മകൾക്ക് വേണ്ടിയല്ലേന്ന് കരുതി അച്ഛനെല്ലാം മനസ്സിനകത്തിട്ട് സ്വയം എറിയാൻ കഴിയുമായിരിക്കും. പക്ഷെ എന്റെ അവസ്ഥ അതല്ല. അച്ഛൻ മാനം കിടന്ന് കണ്ടു നിൽക്കാനുള്ള ശക്തി എനിക്കില്ല. ഒന്നിലും ഞാൻ പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ നെഞ്ചു പൊട്ടി മരിക്കും. മോളെ, ഒന്നുമില്ല, ഒന്നും സംഭവിക്കുകയില്ല. അച്ഛൻ കൂടെ ഉള്ളപ്പോ എന്റെ മോൾക്ക് ഒന്നും വരില്ല. എന്നാൽ നിന്നെ തനിച്ചു വിട്ടാൽ അച്ഛൻ ചിലപ്പോ വീണു പോവും. എന്ത് വേണമെന്ന് മോള് തീരുമാനിക്കും. പോവാച്ചാ, നമുക്ക് ഒരുമിച്ച് തന്നെ പോവാം. ഞാൻ മോനെ എടുക്കട്ടെ. ഇന്ദ്ര, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിന്നിട്ട് എന്താണ് കാര്യം? നിങ്ങളുടെ പെങ്ങളെ അന്വേഷിച്ചു പോകാൻ നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോടാ? ബുദ്ധി കെട്ട് ഇറങ്ങിപ്പോയവള്
അതുവഴി പോയി തൊലയിട്ടെന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചോ? ഞാനൊരു പെണ്ണായി പോയി. വണ്ടിയും വള്ളമായിട്ട് എടുത്തോണ്ട് പോവാൻ എന്നെ കൊണ്ടോട്ട് പറ്റത്തുമില്ല. അല്ലെങ്കിൽ എന്റെ മോളെ നാട് മുഴുവൻ ഓടി നടന്ന് ഞാൻ കണ്ടുപിടിച്ചേനെ. ഓ, നിങ്ങളൊക്കെ എന്തിനാടാ ആമ്പിള്ളേരാന്നും പറഞ്ഞിരിക്കുന്നത്? അമ്മേ, അമ്മ ചുമ്മാ വായി തോന്നി വിളിച്ച് പറയല്ലേ. ഞങ്ങൾക്ക് പറ്റാന്നിടത്തൊക്കെ പോയി അന്വേഷിച്ചിട്ടാ ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. അവള് പോവാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലം ഒഴിയാതെ ഞങ്ങൾ ചെന്ന് തിരക്കിയതാ. ഇനി നമ്മളാരും വിചാരിച്ച അവളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിനേത് വഴിക്ക് നീങ്ങണമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ അനിയത്തിയെ ഞങ്ങൾ കൈയൊഴിഞ്ഞൊന്നുമല്ല. അവളുടെ കാര്യത്തിൽ അമ്മയെപ്പോലെ തന്നെ ഞങ്ങൾക്കും സങ്കടം ഉത്തരവാദിത്വം ഒക്കെ ഉണ്ട്. സത്യ, നിങ്ങളുടെ അമ്മ മനസ്സിന്റെ ദണ്ണം കൂടുമ്പോ ഓരോന്ന് പറയും. നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട. എങ്ങനെയെങ്കിലും സോനയെ കണ്ടുപിടിച്ച് ഇവളുടെ മുമ്പിൽ ഒന്ന് എത്തിച്ചു കൊടുത്താൽ മാത്രം മതി. അവളെ എത്രയും വേഗം ഇങ്ങെത്തിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ ഭാനുമേ? ഇനി ഞങ്ങളുടെ മുമ്പിലുള്ള ഒരേ ഒരു വഴി പോലീസിൽ പരാതി കൊടുക്കാന്നുള്ളത് മാത്രമാണ്. അത് വേണമെങ്കിൽ ഇപ്പൊ തന്നെ പോയി കൊടുക്കാം. പക്ഷെ ആ നിമിഷം അത് വാർത്തയാവും. സോന കൈക്കുഞ്ഞുമായിട്ട് വീട് വിട്ടു പോയെന്ന് ഈ ലോകം മുഴുവൻ അറിയും. പോലീസിന്റെ അന്വേഷണവും ചോദ്യം ചെയ്യലും വേറെ. ആ, എപ്പ പോയി, എന്തിനു പോയി, ആര് കാരണം പോയി? ആ, അതാണ് നിന്റെ പേടിയല്ലേ? നിന്റെ ഭാര്യ കാരണമാണെങ്കിൽ എന്റെ മോൾ ഓടിപ്പോയതെന്ന് ഞാൻ പോലീസിൽ ചെന്ന് പറഞ്ഞാ അവരിനി വന്ന് അറസ്റ്റ് എങ്ങാനും ചെയ്താലോ? അല്ലേ? അമ്മ വീണ്ടും വിവരദോഷം വിളിച്ച് പറയല്ലേ. നാത്തൂൻ വഴക്കു പറഞ്ഞതിനാണ് സോന കുഞ്ഞിനെ എടുത്ത് വീട് വിട്ട് പോയെന്ന് അമ്മ പറഞ്ഞ പോലീസുകാരെ അടുത്തി അറസ്റ്റ് ചെയ്യൊന്നുമില്ല. ഇനി അഥവാ അവരെ അടുത്തിയോട് എന്തെങ്കിലും ചോദിച്ചാ അതിനുത്തരം ഏടത്തി പറയും. പിന്നെ എന്താടാ നിങ്ങൾക്ക് പോലീസിൽ പരാതി കൊടുക്കാൻ ഇത്ര പേടി? നാട്ടുകാരെ അറിയുന്നെങ്കിലും അങ്ങ് അറിയട്ടെ. അല്ല, എന്റെ മോളെയും കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടുമല്ലോ. അല്ലെങ്കിലും അമ്മയുടെ മകളും കുഞ്ഞും തിരിച്ചു വരും. അതിനു മുൻപ് പോലീസിൽ പരാതി കൊടുത്താ അവരാദ്യം ചോദിക്കുന്നത് സോനയുടെ ഭർത്താവ് ഇപ്പൊ എവിടെയുണ്ടെന്നായിരിക്കും. അതിനുള്ള ഉത്തരം അമ്മയുടെ കയ്യിലുണ്ടോ? സോന ഭർത്താവിനെ തേടി പോയതായിരിക്കും പോലീസ് സംശയിച്ച അവന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടി വരും. അവന്റെ കഥ മുഴുവൻ പോലീസിനോട് പറയാൻ അമ്മയുടെ അഭിമാനം അമ്മയെ സമ്മതിക്കോ? എല്ലാത്തിനും കാരണം അന്ന് അശൂലം പിടിച്ചവൾ ഈ കുടുംബത്തിൽ കാലെടുത്ത് വെച്ചതാ. അന്നു മുതൽ തുടങ്ങിയതായി കുടുംബത്തിന്റെ ദുരിതം. ഓ, ഒരു പേരുകെട്ട മാഷിന്റെ മോള്, അച്ചടക്കത്തിൽ വളർന്നൊരു കുട്ടി എന്നും പറഞ്ഞ് താലത്തി വെച്ച് കൊണ്ടുവന്നല്ലേ. വീടിന്റെ വിളക്കാണെന്ന് കരുതിയവള് ഈ വീടിന്റെ കഷ്ടകാലത്തിന് തിരികൊളുത്തിയവളാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്റെ അമ്മയെ ഇനിയെങ്കിലും അമ്മ ഏടത്തെ പഴിചാരുന്ന് നിർത്തിയിട്ട് സ്വന്തം തലവിധി ഒന്ന് മാറ്റി എഴുതി തരണേന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കും. അത് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത് മാറണമെങ്കിലേ ഇവിടെ വന്ന് കുടിയേറിയ ആ മൂദേവി ഉണ്ടല്ലോ, അവളെ എന്നേക്കായിട്ട് തൂത്തെറിയണം. അതിന് നിന്റെ ഏട്ടൻ തയ്യാറാവണം. മോനെ ഇന്ദ്ര, അമ്മ വെറുതെ പറയുന്നതല്ല. അവൾ ഈ കുടുംബത്തിൽ കാലെടുത്ത് വെച്ച മുതലുണ്ടായ കാര്യങ്ങള് നീയൊന്നും ആലോചിച്ചു നോക്ക്. അന്ന് നമുക്ക് പണത്തിന്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാ അതിനുശേഷോ നിനക്ക് ഈ അമ്മയും കൊടുപ്പുറപ്പളയും വിട്ടിട്ട് വീട് മാറി താമസിക്കേണ്ടി വന്നില്ലേ? അതിനുശേഷം നമ്മുടെ സോനയുടെ ജീവിതത്തിൽ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി. അവൾ ആഗ്രഹിച്ച ഒരു ജീവിതം അവൾക്ക് കിട്ടിയില്ല. അവസാനം കിട്ടിയതോ അത് ഇങ്ങനെയോ ആയി. ഈ സത്യന്റെ കാര്യമോ അതും അങ്ങനെ തന്നെയല്ലേ? വന്ന് കയറി ഇവള് രാശിയുള്ളവളായിരുന്നെങ്കിൽ ഈ കുടുംബത്തിലെ രണ്ടുപേർക്കും ജീവിതം ഇല്ലാതായി പോവും ഇന്ദ്ര. ഏട്ടാ, നമ്മുടെ അമ്മ ഇപ്പോഴും ഒറ്റ ലക്ഷ്യത്തിൽ തന്നെയാ. ഇതിന് കാതും കണ്ണും കൊടുക്കുന്ന നമ്മളാ വീട്ടികള്. ഏട്ടൻ വാ, പോലീസ് പരാതി കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ സോനെ എത്രയും വേഗം കണ്ടെത്തണം. ഇല്ലെങ്കിലേ നമ്മുടെ അമ്മ ഈ കുടുംബം വെട്ടി നോർക്കും.
വരൂ മാഷെ, കയറി വരൂ. എന്താടാ സോന വന്നോ?